friends, welcome back to our channel Ponus Vlog. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് റവയൊക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ച് വെക്കുന്നത്. അപ്പം നമ്മൾ 2 കോഴിമുട്ട ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ ഒരു വൈറ്റ് കളർ ആവണം കേട്ടോ ബീറ്റ് ചെയ്തിട്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട, എങ്കിലും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്തതായി ചേർക്കുന്നത് മൈദയാണ്. 1/2 ഗ്ലാസ് മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ അരിച്ച് ചേർക്കല്ല, ഇതുപോലെ അങ്ങോട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമ്മൾ ചേർക്കുന്നത് സാൾട്ടാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കേക്ക് ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ബാറ്റർ ഒഴിക്കാം. നമ്മൾ ബാറ്റർ ഇതോ ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് അത് പൊങ്ങിപ്പോകാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് മൈദയാക്കി അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ബാറ്ററിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു തട്ട് നമ്മൾ വെച്ചിട്ട് ഒരു പാനിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു നമ്മൾ. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മളിതിന് ഈ മൂടിക്ക് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാൻ വേണ്ടി എന്തെങ്കിലും പേപ്പർ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയോ എന്ന് നോക്കാം. നമ്മൾ പുറത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ഒന്നും പറ്റി പിടിക്കുന്നില്ല. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമ്മൾ കേക്ക് ട്രേന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടുള്ള വ്യൂവും കൂടി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നവരെങ്കിൽ മടിച്ച് നിൽക്കാതെ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ നോക്കി ആ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, കുട്ടികാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, എന്തെങ്കിലും ഇവരുടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.